ആ വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഹല്ലേ, ആ. അതൊട്ടും ശരിയാകത്തില്ല. കക്കൂസിൽ ഇറങ്ങാൻ സമയമില്ല. ഷേ അങ്ങനെ ഒരു വഴിയില്ലല്ലോ, ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല ഇപ്പൊ 3 തരം ലേഹ്യല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപൻ പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്, ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല, തേനിച്ചരച്ച് കഴിച്ചാൽ മതി. അയ്യോ എനിക്ക് അലർജിയാ. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ എങ്കിൽ റമ്മ ബെസ്റ്റ്, അതാകുമ്പോൾ വീര്യം കൂടും. റമ്മ മതി. പാല് മതിയോ? എന്തിന്? അല്ല ഞാൻ മദ്യപിക്കുകയല്ല. ഓ താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വാരി തിന്നിട്ട് കുറ്റം എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാടോ. 37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഏയ് ഭാര്യ അടുത്തൊന്നും ചെലവാകല. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കളിപ്പില്ല. ഡയാനയ്ക്ക് കുഴപ്പം കാണത്തില്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും. അതാരാ ഡയാന? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ സെറ്റപ്പ് അല്ല. ദാ താൻ ചെല്ലേ. അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗ്ഗിൽ തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കള്ള. അയ്യോ വിവേകാനന്ദ, 500 പോരാ, ഉപദേശമില്ലേ? പോയിട്ട് ആഞ്ജനേയ സ്വാമി.